അശ്വതി, ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാനായിട്ടാണ് രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം ചേർന്നത്. എല്ലാ പാർട്ടികളും ഒന്നിച്ച് മുന്നോട്ട് പോകുമെന്നുള്ളൊരു സ്ഥിരീകരണം തന്നെയാണ് യോഗത്തിന് ശേഷം നേതാക്കൾ പ്രതികരിക്കുന്നത്. ദുർഘട നിമിഷത്തിൽ എല്ലാ പിന്തുണയും നൽകുമെന്ന് മല്ലികാർജ്ജുന ഖാർഗെയും വ്യക്തമാക്കിയിട്ടുണ്ട്. സുരക്ഷാ ഉപദേഷ്ടാവും ആഭ്യന്തര സെക്രട്ടറിയും പ്രധാനമന്ത്രിയുമായും അതിനു മുൻപ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതുവരെ നടന്ന ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും വിശദീകരിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും ഈ യോഗത്തിൽ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുത്തിരുന്നു. പ്രധാനമന്ത്രി യോഗത്തിൽ പങ്കെടുത്തില്ല. പക്ഷേ പ്രധാനമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ ഈ യോഗത്തിൽ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഒറ്റക്കെട്ടായി ഭീകരതയ്ക്കെതിരെ ഒറ്റക്കെട്ടായി നിൽക്കുമെന്നുള്ളൊരു നിർദ്ദേശം തന്നെയാണ് എല്ലാ പാർട്ടികളും നൽകുന്നത്. അതീവ ജാഗ്രതയോടെ തന്നെയാണ് രാജ്യമുള്ളത്. അതിൽ കേന്ദ്ര നടപടികൾ എല്ലാത്തിനും പൂർണ്ണമായും പിന്തുണ നൽകുമെന്നുള്ള കാര്യം കോൺഗ്രസും വിശദമാക്കിയിട്ടുണ്ട്. എന്തായാലും പ്രധാനമന്ത്രി പങ്കെടുത്തില്ല എന്നുള്ള കാര്യത്തിൽ ഒരു വിമർശനത്തിനുള്ള സമയമല്ല എന്നാണ് മല്ലികാർജ്ജുന ഖാർഗെ പ്രതികരിച്ചത്. ഒപ്പം തന്നെ സൈന്യത്തിന് പൂർണ്ണ പിന്തുണ നൽകുമെന്നും രാഹുൽ ഗാന്ധിയും അറിയിച്ചിട്ടുണ്ടായിരുന്നു. അരമണിക്കൂറായിരുന്നു സർവകക്ഷി യോഗം ചേർന്നിരുന്നത്. അതിനുശേഷമുള്ള അടുത്ത സമയങ്ങളിൽ തന്നെ ഒരു ബ്രീഫിംഗ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഒറ്റക്കെട്ടായി തന്നെ ഇതുവരെ ഉണ്ടായ എല്ലാ നിയന്ത്രണങ്ങളും അല്ലെങ്കിൽ ഇതുവരെ ഉണ്ടായ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഈ യോഗത്തിൽ ചർച്ച ചെയ്തിരുന്നത്. ഇനി മുന്നോട്ടും ഏത് തരത്തിലുള്ള പ്രകോപനങ്ങളെ ഏത് തരത്തിൽ നേരിടണം തുടങ്ങിയ കാര്യങ്ങളും ഈ യോഗത്തിൽ ചർച്ചയായി എന്ന് വേണം മനസ്സിലാക്കാൻ. പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് തന്നെയാണ് നേതാക്കൾ യോഗത്തിന് ശേഷം പ്രതികരിക്കുകയും ചെയ്തത്. വിമർശനമൊന്നുമില്ലാതെ തന്നെ ഒറ്റക്കെട്ടായി തന്നെ നിന്നുകൊണ്ട് കേന്ദ്രത്തിന് പൂർണ്ണമായും പിന്തുണ നൽകുക എന്നുള്ള ലക്ഷ്യത്തിൽ തന്നെയാണ് കോൺഗ്രസും ഇപ്പോഴുള്ളത്. മല്ലികാർജ്ജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെയുള്ള നേതാക്കളാണ് ഈ യോഗത്തിൽ പങ്കെടുത്തത്. ഒപ്പം തന്നെ കേന്ദ്ര നേതാക്കളും ഇതിൽ പങ്കെടുത്തിരുന്നു. രാജ്നാഥ് സിംഗ്, നിർമ്മല സീതാരാമൻ തുടങ്ങിയ മന്ത്രിമാരും ഇതിൽ പങ്കെടുത്തിരുന്നു. പ്രധാനമന്ത്രി യോഗത്തിൽ പങ്കെടുത്തില്ല. ഭീകരതയ്ക്കെതിരെ ഒറ്റക്കെട്ടായി തന്നെ നിൽക്കുമെന്നുള്ള ഒരു സൂചനകൾ തന്നെയാണ് ഈ യോഗത്തിന് ശേഷവും എല്ലാ നേതാക്കളും നൽകുന്നത്. എന്തായാലും അതീവ സുരക്ഷയിൽ തന്നെയാണ് കശ്മീർ ഇപ്പോഴും ഉള്ളത്. പ്രകോപനങ്ങൾ, പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുള്ള പ്രകോപനങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. അതിന് കർശനമായ രീതിയിൽ തന്നെ മറുപടി നൽകാൻ തന്നെയാണ് ഇന്ത്യയും തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതിൽ ചില കാര്യങ്ങളിൽ ചർച്ച നടന്നിട്ടില്ല എന്നുള്ള ഒരു വിമർശനമൊക്കെ രാഹുൽ ഗാന്ധി നൽകുന്നുണ്ടെങ്കിൽ പോലും പ്രധാനമന്ത്രിയുടെ സന്ദേശം യോഗത്തിൽ വായിച്ചുകൊണ്ടാണ് ഈ യോഗം ഇന്ന് ആരംഭിച്ചത്. പ്രധാനമന്ത്രി അതിൽ പങ്കെടുത്തിരുന്നില്ല. മറിച്ച് ആഭ്യന്തര പ്രതിരോധ മന്ത്രിമാരാണ് ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നത്. എന്തായാലും ഒറ്റക്കെട്ടായി തന്നെ നിൽക്കും. സർക്കാരിന് പൂർണ്ണ പിന്തുണ തന്നെയാണ് ഈ യോഗത്തിൽ എല്ലാ നേതാക്കളും, പ്രത്യേകിച്ചും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ യോഗത്തിൽ പങ്കുവച്ചിരിക്കുന്നത്. അശ്വതി, അതുതന്നെയാണ് നീത, ഈ ഒരു ഘട്ടത്തിൽ ഒന്നിച്ചു നിൽക്കുക എന്ന് തന്നെയാണ് ഏറ്റവും ആവശ്യമായത്. ഒപ്പം തന്നെ രാജ്യം കനത്ത ജാഗ്രതയിലാണ്. പാക് പ്രകോപനം നിരന്തരം തുടരുന്ന ഒരു ഘട്ടത്തിൽ വലിയ ജാഗ്രത തന്നെയാണ് രാജ്യത്ത് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് പൊതുവെ നൽകിയിട്ടുള്ളത്? അശ്വതി, പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴും സംഘർഷ പശ്ചാത്തലം അല്ലെങ്കിൽ സംഘർഷ സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ജമ്മു കാശ്മീരിൽ ഉൾപ്പെടെ കൺട്രോൾ റൂമുകളെല്ലാം തുറന്നിട്ടുണ്ട്. അതിർത്തി സംസ്ഥാനങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള നിരീക്ഷണമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കനത്ത ജാഗ്രത തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. അതിനിടയിൽ ഓപ്പറേഷൻ സിന്ദൂറിന് ഒരു രണ്ടാം ഘട്ടം ഉണ്ടായേക്കുമെന്നുള്ള സൂചനകളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇന്നത്തെ ഈ യോഗത്തിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് വരും മണിക്കൂർ മാത്രമേ നമുക്ക് പങ്കുവെക്കാൻ കഴിയുള്ളൂ. എന്തായാലും പാക് പ്രകോപനം ഉണ്ടായാൽ ശക്തമായ തന്നെ തിരിച്ചടി നൽകുമെന്നുള്ള മുന്നറിയിപ്പ് ഇന്ത്യ നൽകിക്കഴിഞ്ഞു. അത് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം കണ്ടതും. കൂടുതൽ ഭീകര ക്യാമ്പുകളെല്ലാം ഇന്ത്യയുടെ നിരീക്ഷണത്തിൽ ഉണ്ട് എന്നുള്ളൊരു സൂചനകൾ ലഭ്യമായിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും പ്രകോപനങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഇതുവരെ നിരീക്ഷണത്തിൽ ഉണ്ടായിട്ടുള്ള ഭീകര ക്യാമ്പുകളെല്ലാം തകർക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. യുദ്ധത്തിന് പോകാൻ മടിക്കില്ല എന്നുള്ള കാര്യവും കേന്ദ്രം വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും തിരിച്ചടി നൽകാൻ സൈന്യത്തിന് കേന്ദ്രം പൂർണ്ണമായ സ്വാതന്ത്ര്യവും നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ സാഹചര്യങ്ങൾ പോകുമ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഏത് തരത്തിലുള്ള പ്രകോപനമാണ് ഇനി ഉണ്ടാവുക, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള നീക്കത്തിലേക്കാണ് പാകിസ്ഥാൻ പോവുക എന്നുള്ളതാണ് വരും സമയങ്ങളിൽ അറിയേണ്ടത്. എങ്ങനെയായാലും ഈ കനത്ത ജാഗ്രതയിൽ തന്നെയാണ് നിരീക്ഷിച്ചു വരികയാണ്. ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാന്റെ ഓരോ നടപടികളും ഇന്ത്യ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.